ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു വളരെ വോളറ്റൈൽ എക്സ്പയറി ആയിരുന്നു, പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ. നിഫ്റ്റി കുറച്ച് കാമായിരുന്നു ആൻഡ് ബാങ്ക് നിഫ്റ്റി നമ്മൾ എന്താ പറയുക, മേലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു. ആൻഡ് നല്ല വോളറ്റൈലിറ്റി ആയിരുന്നു. കംപ്ലീറ്റ് ഓവറോള് നമുക്ക് നോക്കുമ്പോൾ ഒരു സൈഡ് വൈസ് എക്സ്പയറി ആയിരുന്നു, മീൻസ് എക്സ്പയറി ഡേ സ്ട്രാറ്റജിയൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഡേയ്സ് ആയിരുന്നു. എനിവേ നമുക്കിനി വരും ദിവസങ്ങളിൽ നോക്കാം. ഓൾറെഡി ഇന്നലെ ഒരു ട്രേഡ് നമ്മൾ എടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് വേറെ ട്രേഡ്സ് കാര്യങ്ങളിലേക്കൊന്നും അധികം പോയില്ല, കോംപ്ലിക്കേറ്റഡ് ആവണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ്. നിഫ്റ്റിക്ക് അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് എന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, മീൻസ് ഇൻട്രാഡേ അനാലിസിസിൽ ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം, നമുക്കൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയായിരുന്നു. ആൻഡ് അവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് നല്ല മൂവ് ആയിരുന്നു. ഇത് ബാങ്ക് നിഫ്റ്റി ആണ്. ഓക്കെ, ആൻഡ് സപ്ലൈ സോണിലേക്ക് വന്നു, പിന്നെ ഡിമാൻഡ് സോൺ, പിന്നെ സ്ലൈറ്റ് ആയിട്ടൊരു അപ്സൈഡ് മൂവ് ആയിരുന്നു. ദെൻ ക്വിക്കായിട്ട് തന്നെ നമുക്ക് മേളിലേക്ക് നല്ലൊരു റിക്കവറി കിട്ടി. ആൻഡ് 46,200 ആണ് ക്ലോസിങ്, ആവറേജ് ക്ലോസിംഗ് ആണ് 46,100 നിൽക്കുന്നത്. എനിവേ നല്ലൊരു ക്ലോസിംഗ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടായത്. നമുക്ക് നല്ലൊരു അപ്സൈഡ് എന്ന് കാണാൻ പറ്റി. എനിവേ ബാങ്ക് നിഫ്റ്റി ഒരു റിട്ടേൺ ടു എന്താ പറയുക, ഒരു ബുള്ളിഷ് മൂവ്മെന്റിലേക്ക് വന്ന എന്ന് നമുക്ക് ലാസ്റ്റ് നോക്കാം എങ്ങനെയുണ്ട്. നമുക്ക് ലാസ്റ്റത്തെ 4 hour ടൈം ഫ്രെയിമിലൊന്ന് നോക്കാം. ആൻഡ് ഇനി നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഫ്ലാറ്റ് മൂവ്മെന്റ് ആയിരുന്നു, ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തു, പിന്നെ ഒന്ന് അപ്പും ഒന്ന് ഡൗൺ ഉണ്ടായെങ്കിലും പിന്നെ ഒരു 11 o'clock തൊട്ടിട്ട് നല്ല രീതിയിലുള്ള സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു നിഫ്റ്റിക്ക് ഉണ്ടായത്. ആൻഡ് നിഫ്റ്റി ഓൾറെഡി ഈ സോണിൽ വന്നിട്ട്, പിന്നെ ഈ കംപ്ലീറ്റ് സോണിൽ വന്നിട്ട്, പിന്നെ നിഫ്റ്റി ലാസ്റ്റത്തെ ആ ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റിൽ മാത്രം ഒരു 22,000 ഒന്ന് ബാക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ബാക്കിയെല്ലാം നിഫ്റ്റി കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു നിഫ്റ്റിക്ക് ഉണ്ടായത്. ഇനീഷ്യലി കുറച്ചൊരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായി എന്ന് മാത്രം. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു മീൻസ് ഒരു കാൽക്കുലേഷനിൽ നമുക്ക് പറയാൻ പറ്റുക. ആൻഡ് ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നല്ലൊരു രീതിയിൽ വോളറ്റൈൽ ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ ഇന്നലെ ബാങ്ക് നിഫ്റ്റി ഒരു ട്രേഡിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ സെറ്റ് ചെയ്തായിരുന്നു. എനിവേ നമുക്കൊരു എന്താ പറയുക, ഒരു ബ്രേക്ക് 1 പോയിന്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാനൊക്കെ പറ്റി. അത് എടുത്തിട്ടുണ്ടെങ്കിൽ നോക്കുക, ബിക്കോസ് വോളറ്റാലിറ്റി ഉണ്ടായിരുന്ന ഓൾറെഡി അത് മെസ്സേജ് കാര്യങ്ങളൊക്കെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. വോളറ്റാലിറ്റി ആയിരുന്നു ആൻഡ് ശ്രദ്ധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എക്സ്പെക്ട് സം വോളറ്റാലിറ്റി നമ്മൾ 10 o'clock നമ്മൾ ഇനീഷ്യലി മെസ്സേജ് ഒക്കെ കൊടുത്തു. എക്സാക്ട്ലി ആ വോളറ്റാലിറ്റി നമുക്ക് ഇന്ന് കാണാനും കഴിയും. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് OA ചാർട്ട് വെച്ചിട്ട് നോക്കാം, ഫോർ ദ നെക്സ്റ്റ് എക്സ്പയറിക്ക് എന്താണെന്ന് നോക്കാം. 22,000 നല്ല രീതിയിലുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് PCR ഇൻഡിക്കേറ്റിംഗ് കുറച്ച് നല്ലൊരു ബുള്ളിഷ് PCR വരുന്നുണ്ട്. ഓക്കെ, നല്ല രീതിയിലുള്ള ഒരു ഇത് വരുന്നുണ്ട്, മീൻസ് എന്താ പറയുക, നമുക്കൊരു സ്ട്രാഡിൽ 22,000 ഉണ്ട്, സപ്പോർട്ട് 21,800 ഉണ്ട്, റെസിസ്റ്റൻസ് ഇനീഷ്യലി നമുക്ക് റെസിസ്റ്റൻസ് അവിടെ ഉണ്ടെങ്കിലും എന്താ പറയുക, നമുക്ക് അവിടെ നല്ലൊരു കോൾ ബിൽഡിംഗ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ മേ ബി ഇനി നമുക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു ബ്രേക്ക് ഔട്ട് ബാങ്ക് നിഫ്റ്റിക്ക് തരും എന്ന് തോന്നുന്നു. 22,000 ആണ് ഇപ്പോൾ കറന്റ് സ്ട്രാഡിലായിട്ടുള്ളത്. ആൻഡ് അതൊരു സ്ട്രാഡിൽ ഫോർമേഷൻ ആയിട്ട് തന്നെ അവിടെ ഉണ്ട്. ദെൻ 22,200 ആണ് റെസിസ്റ്റൻസ്. ഓക്കെ, 21,800 നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. ആൻഡ് സപ്പോർട്ടായിരുന്നു നമുക്ക് വീക്ക്നെസ് ആയിട്ടുണ്ടായത്. ദെൻ ഇപ്പോൾ നമുക്ക് സപ്പോർട്ട് കയറി വരുന്നുണ്ട്. 21,800 ആണ് സപ്പോർട്ട്. ഇതാണ് നിഫ്റ്റിയുടെ ഒരു റേഞ്ച്. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഓക്കെ ബാങ്ക് നിഫ്റ്റിക്ക് 2 സ്ട്രാഡൽ ഫോർമേഷൻ പോലെയാണ്. 46,500 ഒരു സ്ട്രാഡൽ ഉണ്ട്. ബട്ട് നമുക്ക് ഒരു പോസിറ്റീവ് തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ നല്ല പുട്ട് ബിൽഡിങ് കാണാൻ കഴിയുന്നുണ്ട്. നല്ലൊരു പോസിറ്റീവാണ്. കോൾ ഉണ്ടെങ്കിലും അവിടെ നമുക്ക് പുട്ട് ബിൽഡിങ് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 46 സ്ട്രാഡിലാണെങ്കിലും നല്ല സപ്പോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ദെൻ നമുക്ക് 45,500 സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ 46 റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 46,500 ആണ് ഇനീഷ്യലി, ബട്ട് അവിടെ നല്ല പുട്ട് ബിൽഡിങ് വരുന്നുണ്ട്.
ആൻഡ് 46 ആ റെസിസ്റ്റൻസ് മാറാനുള്ള ചാൻസസ് അധികമാണ്. അപ്പോൾ 46 ഇപ്പോൾ നമുക്ക് അതോടൊപ്പം നമുക്കൊരു നല്ല പുട്ടാണ് അധികം കയറി നിൽക്കുന്നത്. അവിടെ പുട്ട് ബിൽഡിംഗ് ആയിട്ട് തന്നെ പോവാം. ദെൻ 46,500 ആണ്. നമുക്ക് 46,500 ഇപ്പോൾ നല്ല കോൾ റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. ഓക്കെ, ഈ ലെവലായിട്ട് വരും. അവിടെ റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് 46,500 ആണ്. ദെൻ അവിടെ നമുക്ക് പുട്ട് ബിൽഡിംഗും ഉണ്ട്. ഇതൊരു നല്ലൊരു റേഞ്ച് ആയിരുന്നു. അവിടെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് വന്നു. അതിൻ്റെ ഇത് നമുക്ക് ലാസ്റ്റ് അനാലിസിസിൽ നമുക്ക് പറയാം. ആൻഡ് സപ്പോർട്ടായിട്ട് 46 ഇനീഷ്യൽ എന്തായാലും നല്ല സപ്പോർട്ട് എടുക്കും എന്ന് തന്നെ അറിയാം. 45,500 നമുക്ക് നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ PCR നോക്കുകയാണെങ്കിലും 0.9 ആണ്. ഇറ്റ്സ് ഗോയിങ് ടു ബുള്ളിഷ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് മീൻസ് 0.6 0.7 ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 0.9 ഒരു ബാക്ക് ടു ബുള്ളിഷ് എന്ന് നമുക്ക് പറയാം. കംപ്ലീറ്റ്ലി ചേഞ്ചിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് FIDA ഡാറ്റ നമുക്ക് നോക്കാം. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ നമ്മൾ നമുക്ക് ലോങ്ങിലേക്ക് കോൾ വരുന്നുണ്ട്. നല്ല ഒരു സൈനാണ് അവിടെ കാണുന്നത്. ദെൻ ബട്ട് സഡൻലി നമുക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ നല്ലൊരു സെല്ലിങ് വരുന്നുണ്ട്. എനിവേ നമുക്ക് നാളെ മുതൽ കുറഞ്ഞു വരും എന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻസിൽ ഒരു നെഗറ്റീവായിട്ട് തന്നെ നിൽക്കുന്നു. ബിക്കോസ് എന്താ പറയുക, നമുക്ക് പുട്ട് ലോങ്ങിലേക്കുള്ളത് കുറച്ച് കൂടിയിരിക്കുന്നു. ആൻഡ് ഇവിടെ സെല്ലിങ്ങും കുറച്ച് കൂടിയിരിക്കുന്നു. അപ്പോൾ FI ഡാറ്റയിൽ ഒരു നെഗറ്റിവിറ്റി കുറച്ച് കയറി വന്നിട്ടുണ്ട്. എനിവേ പ്രോ വെച്ചിട്ടും കൂടി നോക്കാം. പ്രോ ആണെങ്കിൽ ഇൻഡെക്സ് ഓപ്ഷൻസിൽ ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൽ നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് ബാക്ക് ടു ബൈയിങ് ആണ്. ഇത്രയും നാൾ അവർ സെല്ലിങ് വന്നത് ബാക്ക് ടു ബൈയിങ് ഒക്കെ വന്നിട്ടുണ്ട്. പോസിറ്റീവാണ്. പിന്നെ നമുക്ക് OI ഇൻഡെക്സ് ഓപ്ഷൻസിൽ ചെറിയൊരു നെഗറ്റീവ് ഉണ്ട്. ബട്ട് കോളും അവർ ലോങ്ങിലേക്ക് നിൽക്കുന്നുണ്ട്. അത് പോസിറ്റീവാണ്. ആൻഡ് മീൻസ് സെല്ലിങ് വന്നത് ഇപ്പോൾ നമുക്ക് മീൻസ് ഒരു ഇൻഡെക്സ് ഓപ്ഷൻസിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ ബൈ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു നല്ല പോസിറ്റീവാണ്. ഇപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ പ്രോ നല്ല പോസിറ്റീവായിട്ടും ആൻഡ് FIS ചെറിയൊരു രീതിയിലുള്ള ഒരു സെല്ലിങ് ഇൻഡെക്സ് ഓപ്ഷൻസിൽ കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട്. ബട്ട് അവർ ക്യാഷ് മാർക്കറ്റിൽ നല്ല ബൈയിങ് വന്നിട്ടുണ്ട്. ആൻഡ് DIS ചെറിയ രീതിയിലുള്ള ഒരു സെല്ലിങ് നടത്തിയിട്ടുണ്ട് 230 crore. എനിവേ ഇനി നമുക്കൊന്ന് അപ്പോൾ FID ആയിട്ട് നോക്കുമ്പോൾ FIS ഒരു ചെറിയ നെഗറ്റിവിറ്റി സ്റ്റിൽ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഓവറോളിൽ നമുക്ക് ഒരു പോസിറ്റീവാണ്. ബിക്കോസ് പ്രോ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ട്, കാരണം ആ സെല്ലിങ് കുറച്ചിട്ട് ഇപ്പോൾ ഒരു ബൈയിങ് സൈഡിലേക്കാണ് അവർ നിൽക്കുന്നത്. ദെൻ ഇനി നമുക്കൊരു 4 hour ടൈം ഫ്രെയിമും കൂടി ഒന്ന് വെച്ച് നോക്കാം. ഇവിടെ നമുക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു സെല്ലിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കാണാം. ഇവിടെ നമ്മൾ നല്ലൊരു സെല്ലിംഗ് വന്നു, പിന്നെ ഒരു ഹൈ പോയി, പിന്നെയും സെല്ല് വന്നു, പിന്നെ ഒരു ഹൈ പോകുന്നു, പിന്നെയും സെല്ല് വരുന്നു, പിന്നെ ഈ ഹൈ ബ്രേക്ക് ചെയ്തു. നമുക്ക് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഓൾ റേഞ്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു അല്ലേ? അതാണ് നമ്മൾ ആ യെല്ലോ ലൈനിൽ മാർക്ക് ചെയ്തേക്കുന്നത്. വൺസ് ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ലെവലിന്റെ ഈ ഒരു ഹൈൻ്റെ ഈ ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു മൂവ്മെന്റിന്റെ ഓൾമോസ്റ്റ് നല്ലൊരു സോൺ ഇവിടെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു സപ്പോർട്ട് റീജിയൻ നമുക്ക് കിട്ടി. ആൻഡ് അതോടൊപ്പം നമുക്ക് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലും കിട്ടി, പ്ലസ് വോളിയം കിട്ടിയിട്ടുണ്ട്. ഇനി മേ ബി നമുക്ക് ഇനി ഈ ഒരു റെസിസ്റ്റൻസും കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈസിലി ബാങ്ക് നിഫ്റ്റി എന്തായാലും നല്ലൊരു പോക്ക് പോകാനുള്ള ചാൻസസ് അധികമുണ്ട്. ഓൾറെഡി ഒരു ഇമ്പൾസ് മൂവ്മെന്റ് നടന്നു. ദെൻ അതിൽ നിന്ന് നമുക്കൊരു കറക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് എന്താ പറയുക, നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷനും കിട്ടിയിട്ടുണ്ട്. ആൻഡ് കൺഫർമേഷൻ ക്യാൻഡിലും കിട്ടിയിട്ടുണ്ട്. മാക്സിമം ബാങ്ക് നിഫ്റ്റി ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് ബാക്ക് ടു ഓൾ ടൈം ഹൈയിലേക്ക് പോകാനുള്ള ചാൻസ് ആണ് അധികമായിട്ടും കാണുന്നത്. വെയിറ്റ് ചെയ്യാം. ആൻഡ് ഈ ഒരു റെസിസ്റ്റൻസും ഇതും ഒരു റെസിസ്റ്റൻസ് ആണ്. ഇത് നമുക്ക് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യണം. മാക്സിമം അത് നമുക്ക് ബ്രേക്ക് ചെയ്യും എന്ന് തന്നെ വിചാരിക്കാം. ഓക്കെ, അതാണ് അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പറയാനുള്ള ഒരു അനാലിസിസ്. ദെൻ ഇനി നമുക്ക് നിഫ്റ്റിയിൽ പറയാം. നിഫ്റ്റി കംപ്ലീറ്റ്ലി ഒരു ചാനൽ മൂവ്മെന്റ് ആയിരുന്നു. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു ചാനലിൽ തന്നെയായിരുന്നു. ഹയർ ഹൈ ലോ ഒക്കെ എടുത്തായിരുന്നു പോയെ. ഇവിടെ നമുക്ക് നല്ലൊരു സെല്ലിംഗ് പ്രഷർ കിട്ടി. ബട്ട് ഇപ്പൊ നമുക്ക് എന്താ പറയാ, അവിടെ നമുക്കൊരു കണ്ടിന്യൂഷൻ ക്യാൻഡിൽ പോലെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കറന്റ്ലി നമ്മളിപ്പോ നല്ലൊരു രീതിയിലേക്കുള്ള ഒരു ബുള്ളിഷ് ഹാമർ ടൈപ്പ് ക്യാൻഡിലാണ് നമുക്ക് ഫോം ചെയ്തേക്കുന്നത്.
വൺസ് ഇത് ഇവിടെ ഒരു ഇമ്പൾസ് മൂവ്മെന്റ് ഇവിടെ ഒരു റീടെസ്റ്റ് പോലെ തന്നിട്ടുണ്ടെങ്കിലും ഒരു ഡബിൾ ബോട്ടം പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് മേ ബി നിഫ്റ്റിയും നമുക്ക് നാളെ ഒരു മീൻസ് ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്യാൻ മാക്സിമം ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പോകാനുള്ള ചാൻസസ് അധികമായിട്ട് നിഫ്റ്റിയിൽ നിൽക്കുന്നു. ബിക്കോസ് പ്രോ നല്ല രീതിയിലുള്ള സെല്ലിങ് കഴിഞ്ഞിട്ട് പ്രോ പോസിറ്റീവായിട്ട് നിൽക്കുന്നു. ഓൺലി FIS ആണ് ചെറിയൊരു ഇത് പ്രശ്നമായിട്ടുള്ളൂ. ആൻഡ് ക്യാൻഡിൽ സ്റ്റിക്ക് അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ലോയിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് റിവേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. മാക്സിമം നല്ലൊരു ഹൈ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ അപ്പോൾ എല്ലാവരും ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യുക, ലെവൽസ് കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുക. ഇവിടെ നിന്ന് നമുക്ക് ഇനി ഇനീഷ്യൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഹൈ തന്നെയാണ്. വൺസ് അത് നമുക്ക് ബ്രേക്ക് ചെയ്താൽ നമുക്ക് നല്ലൊരു മൂവ്മെന്റ് അപ്സൈഡിലേക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എനിവേ നമ്മൾ പ്രതീക്ഷിച്ച സപ്പോർട്ട് ഓൾമോസ്റ്റ് ഒരു 700 ഒക്കെ ആയിരുന്നെങ്കിലും 700 ഈ ലെവലിലായിരുന്നെങ്കിലും ബിക്കോസ് നിഫ്റ്റി അതിൻ്റെ ആ ഒരു റേഞ്ച് അതിൻ്റെ അടുത്ത് വന്നിട്ടാണ് സപ്പോർട്ട് എടുത്തിട്ട് ഇപ്പോൾ റിവേഴ്സൽ സിഗ്നൽ പോലെ നിൽക്കുന്നത്. മാക്സിമം അത് മേളിലേക്ക് അപ്സൈഡായിട്ട് പോകാൻ തന്നെയാണ് ചാൻസസ് ഉള്ളത്. സോ അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് സെറ്റപ്പ് ചെയ്യാൻ നോക്കുക. ആൻഡ് ലെവൽസ് കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ട്രേഡ്സിൽ മീൻസ് എപ്പോഴും ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എപ്പോഴും സേഫ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഉപയോഗിച്ച് ക്യാപിറ്റൽ സേഫ് ചെയ്തുകൊണ്ട് മാത്രം ട്രേഡ്സിൽ കയറാം. താങ്ക്സ് ഫോർ വാച്ചിങ്.